ഇന്നേ ദിവസം മരിയൻ സന്ദേശം നൽകി പ്രാർത്ഥിക്കുന്നത് മാവേലിക്കര മലങ്കര രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ ജോഷുവ മാർ ഇഗ്നാത്യൂസാണ്. കൃപാസനത്തിനോടും കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനോടും ഒത്തിരിയേറെ സ്നേഹവും ബഹുമാനവും, കൃപാസനത്തിൽ എപ്പോൾ വിളിച്ചാലും വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും വളരെയധികം കൃപാസനോട് ചേർന്ന് സഹയാത്രികനാണ് അഭിവന്ദ്യ ജോഷുവ മാർ ഇഗ്നാത്യൂസ്. അഭിവന്ദ്യ പിതാവിനെ കൃപാസനം ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് അലിവട്ടിൻ്റെ പേരിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളുടെ പേരിലും ഒത്തിരി ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പ്രിയപ്പെട്ട ജോസഫ് അലിവട്ടിലച്ചൻ, ധ്യാനകേന്ദ്രത്തിലെ പ്രിയപ്പെട്ട അൽമായ പ്രേക്ഷിതരെ, മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അലിവട്ടിലച്ചൻ നേതൃത്വം നൽകുന്ന ആഗോള ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് എൻ്റെ പ്രാർത്ഥന ആശംസകൾ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥവും കാവലും ഈ ആത്മീയ പ്രസ്ഥാനത്തോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ജോഷുവയുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോയ ഇസ്രായേൽ ജനതയ്ക്ക് പ്രതിബന്ധമായി നിന്നത് ജെറീക്കോ കോട്ടയാണ്. ഇസ്രായേൽക്കാരെ ഭയന്ന് ജെറീക്കോ നിവാസികൾ ജെറീക്കോ കോട്ട അടച്ച് ഭദ്രമാക്കി. അകത്തുനിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ ആർക്കും പോകാൻ കഴിയാത്ത വിധം ജെറീക്കോ കോട്ട ഭദ്രമാക്കി. മല്ലന്മാരും ആചാരബാഹുക്കളും ആയിരുന്നു ജെറീക്കോക്കാർ. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. വാഗ്ദത്ത നാട് ഉറ്റുനോക്കുന്നതിനു വേണ്ടി ജോഷുവ ദൗത്യവുമായി കലേബിനെ അയക്കുമ്പോൾ കാലേബും സംഘവും ചുറ്റി നടന്ന് എല്ലാം കണ്ടതിന് ശേഷം കൊടുക്കുന്ന മറുപടി ഇതാണ്: ജെറീക്കോക്കാർ മല്ലന്മാരാണ്, പക്ഷേ കർത്താവ് അവരെ തങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. അത് വലിയൊരു ആത്മവിശ്വാസമാണ്. അതിനർത്ഥം തകർക്കാൻ പറ്റാത്ത പ്രതിരോധങ്ങളെ പ്രാർത്ഥന കൊണ്ട് ശിഥിലമാക്കുക എന്നതാണ്. ദൈവത്തെ വിശ്വസിക്കാത്ത പുരാതന മല്ലന്മാർ അധിനിവേശം നടത്തിയിരുന്ന ജെറീക്കോ പട്ടണത്തെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാന ഭൂമിയാക്കി ജോഷുവ മാറ്റി. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് വാഗ്ദാന പേടകത്തിന് മുന്നിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്ത് അട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതിൽ നിലം പതിക്കും. ജോഷുവ 6-4-5 വാക്യങ്ങൾ. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് വരും. മാറ്റാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന വിധത്തിൽ ഭയാനകമായ കോട്ടകൾ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരും. രോഗങ്ങൾ, ദുരിതങ്ങൾ, കടഭാരങ്ങൾ, സന്താനമില്ലാത്ത അവസ്ഥകൾ, ജീവിതം വഴിമുട്ടിയ അവസ്ഥകൾ, ജീവിതം തന്നെ ഭാരമാകുന്ന അവസ്ഥകൾ, ഇവിടെയെല്ലാം ജോഷുവ വാഗ്ദാന പേടകത്തിൽ വിശ്വസിച്ചതുപോലെ നാമും വിശ്വസിക്കണം. ദുരിതങ്ങളുടെ നെറുകയിൽ നിൽക്കുമ്പോഴും പ്രതിസന്ധികളുടെ നടുക്കടലിൽ നിൽക്കുമ്പോഴും ജോഷുവയെപ്പോലെ വാഗ്ദാന പേടകത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ
കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം എന്ന തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തും. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാഗ്ദാനം ഏറ്റുവാങ്ങി വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം വലയം ചെയ്തു. 7-ാം പ്രാവശ്യം വലയം ചെയ്യപ്പെട്ടപ്പോൾ അവർ ആർത്തുല്ലസിച്ച് കാഹളം മുഴക്കി. അപ്പോൾ ജെറീക്കോ കോട്ടയുടെ മതിലുകൾ തകർന്ന് തരിപ്പണമായി. ഇപ്രകാരം വിശ്വാസി തൻ്റെ സർവസ്വവുമായി സത്യദൈവത്തെ ജീവിത കേന്ദ്രമായി പ്രതിഷ്ഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിന്നും ദുരിതങ്ങളും രോഗങ്ങളും ക്രമേണ അകന്നു മാറും. ആലപ്പുഴ രൂപതയിൽ പ്രവർത്തിച്ചു വരുന്ന കൃപാസനം ധ്യാനകേന്ദ്രം പരിശുദ്ധ അമ്മയെ വാഗ്ദാന പേടകമാക്കി വണങ്ങുന്ന ഒരു ധ്യാനകേന്ദ്രമാണ്. വാഗ്ദാന പേടകം കൊണ്ട് ജീവിതത്തിന് ചുറ്റും അതിരുകെട്ടി ദൈവനാമത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്ന വലിയ ആധ്യാത്മിക ശുശ്രൂഷയാണ് കൃപാസനത്തിൽ നടന്നു വരുന്നത്. ജെറീക്കോ കോട്ട തകർന്നതും അതിലെ നിവാസികളെ കീഴടക്കുന്നതും ജോഷുവായ്ക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന വെളിപാട് മൂലമാണ്. പ്രാർത്ഥനയും വിശ്വാസവും കൊണ്ട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തകരും എന്നത് കൃപാസനം ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനേകായിരങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവ അനുഭവമാണ്. ജെറീക്കോ പ്രാർത്ഥനയുടെ ബൈബിൾ പശ്ചാത്തലം ഉൾക്കൊണ്ട് കൃപാസനത്തിൽ ആഗോള ജെറീക്കോ പ്രാർത്ഥന മഹാശുശ്രൂഷ ഓൺലൈനിൽ നടത്തപ്പെടുന്നു. തിന്മയുടെ സങ്കേതമായ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നടന്നു നീങ്ങി അതിനെ തകർത്തതുപോലെ നാം അധിവസിക്കുന്ന ഭൂമിക്ക് ചുറ്റും ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം ചേർന്ന് ശക്തമായ ഒരു പ്രാർത്ഥനാ സഞ്ചാരം നടത്തുകയാണ് ആഗോള ജെറീക്കോ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ 7 ദിവസങ്ങളിലാണ് ആഗോള ജെറീക്കോ പ്രാർത്ഥന പ്രാർത്ഥിച്ച് വാഗ്ദാന പേടകവുമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വാസികളുടെ വിവിധ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി പ്രാർത്ഥനാ സഞ്ചാരം നടത്തേണ്ട രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നു. തുടർന്ന് തിരഞ്ഞെടുത്ത രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധി, വിശ്വാസ തകർച്ച, വിശ്വാസ പീഡനങ്ങൾ എന്നിവ സമർപ്പണ പ്രാർത്ഥനയിലൂടെ ഓരോ ജപമാല രഹസ്യങ്ങൾക്ക് മുമ്പായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ 10 തവണയും തുടർന്ന് ത്രിത്വസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയിൽ കഴിയുന്ന ഓരോ രാജ്യങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് തുടർന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്ന മക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ എന്നിവരെ പ്രത്യേകം ഈ സമയത്ത് ഓർക്കുന്നു. ഈ സമയം ഭവനങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് അനേകർക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നു. ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മ വഴി പരമപിതാവായ ദൈവത്തിന് പരമേൽപ്പിച്ചുകൊണ്ടുള്ള ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ ഭക്തിയിലും വിശ്വാസത്തിലും പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക ഭക്തിയും പ്രാർത്ഥനകൾ ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകതയാണല്ലോ. ദൈവമാതാവ് വഴി ഈശോയിൽ നമുക്ക് എത്തിച്ചേരാം. നമ്മുടെ സ്വർഗോന്മുഖ യാത്രയിൽ ദൈവമാതാവ് നമുക്ക് കോട്ടയും മധ്യസ്ഥയും ആകട്ടെ. സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മ വഴി നമ്മെ അനുഗ്രഹിക്കട്ടെ. ജെറീക്കോ പ്രാർത്ഥന ക്രമീകരിക്കുന്നവരെയും പങ്കെടുക്കുന്നവരെയും കാരുണ്യവാനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.
രക്ഷകവാടം തുറക്കും. ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേവണങ്ങ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, 2004 ഡിസംബർ 7 കൃപാസനം അൾത്താരയിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പാദം പതിഞ്ഞ അൾത്താരയിൽ നിന്ന് ആഗോള ജെറീക്കോ പ്രാർത്ഥനയിലാണ് നാം പങ്കുചേരുന്നത്. ഈ ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഭവനങ്ങളിലായിരുന്നു കൊണ്ടും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലും ആയിരുന്നു കൊണ്ടും തിരിതെളിച്ചും പരിശുദ്ധമ്മയുടെ രൂപം വഹിച്ചും മൊബൈൽ ദിവ്യകാരുണ്യ ഈശോയെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ടും വീടിന് ചുറ്റും ജെറീക്കോ പ്രാർത്ഥന ചൊല്ലുന്നവരും ഈ ശുശ്രൂഷ ഓൺലൈൻ കണ്ട് പ്രാർത്ഥിക്കുന്നവരുമെല്ലാം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ആത്മാർത്ഥതയോടെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിനായി സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിന് ഫലമേൽപ്പിക്കണം. ഓരോ സ്വർഗസ്വനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവർണ്ണനീയമായ വിധം നമ്മുടെ ജീവിത മേഖലയിൽ ഇടപെടും. കരങ്ങൾ കൂപ്പി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പരിശുദ്ധമ വാഗ്ദാന പേടകമാണ്. പഴയ നിയമത്തിലെ ജോഷുവയുടെ പുസ്തകം 6 ജോഷുവ വാഗ്ദാന പേടകത്തെ വിശ്വസിച്ചു. വാഗ്ദാന പേടകത്തിനുള്ളിൽ ഇത് വിശ്വസിച്ചു. അതുപോലെ നമുക്കും അടിപതറാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉടമ്പടി നിയോഗങ്ങളും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ള സമർപ്പിച്ച നിയോഗങ്ങളുമെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് പങ്കുചേരാം. ഇന്ന് ഹിന്ദി ഭാഷയിലാണ് ജപമാല അർപ്പിക്കപ്പെടുന്നത്. ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം. पिता पुत्र
पवित्र आत्मा के नाम पर आमीन। स्वर्ग और पृथ्वी के सर्जनहार सर्वशक्तिमान पिता परमेश्वर में विश्वास करते हैं और उससे एकलौत पुत्र हमारे प्रभु यीशु क्रिस्त पर जो पवित्र आत्मा के द्वारा गर्भ में आए और कुंवारी मरियम से जन्मे, पोतुस पिलातुस के शासन काल में क्रूस पर चढ़ाए गए, मर गए, दफनाए गए और अधोलोक में उतरे, तीसरे दिन मृतकों से जी उठे, स्वर्ग गए, सर्वशक्तिमान पिता परमेश्वर की दाहिने विराजमान है, वहाँ से जीवितों और मृतकों के न्याय करने फिर आएंगे। हम पवित्र आत्मा, पवित्र कैथोलिक कलीसिया, धर्मियों की सहभागिता, पापों की क्षमा, शरीर के पुनरुत्थान और अनंत जीवन में विश्वास करते हैं। आमीन। हे पिता हमारे जो स्वर्ग में है, तेरा नाम पवित्र किया जाए, तेरा राज्य आवे, तेरी इच्छा जैसे स्वर्ग में है वैसे इस पृथ्वी पर भी हो। हमारे प्रतिदिन का आहार आज हमें दे और हमारे अपराध हमें क्षमा कर जैसे हम भी अपने अपराधियों को क्षमा करते हैं, और हमें परीक्षा में ना डाल परंतु बुराई से बचा। आमीन। प्रणाम मरिया कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। पिता, पुत्र और पवित्र आत्मा के नाम पर आमीन। दुख के 5 भेद। पहला दुख के भेद, भारी से यीशु की प्राण पीड़ा। പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ USA സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോകരാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും സമ്പന്നമായ രാജ്യമാണത്. USA എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അഭിമാനം കൊള്ളുന്ന നല്ല ശതമാനം ജനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. നമ്മളിവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. USA പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യവും പ്രതിസന്ധിയിലായാൽ ഒരുപക്ഷെ ശത്രുതയിലാണെങ്കിൽ പോലും ഒരു രാജ്യം ട്രബിളിലാണെന്ന് കണ്ടാൽ ഓടിയെത്തി സഹായിക്കാനുള്ള മഹാമനസ്കത USA-ക്കുണ്ട്. മാത്രമല്ല എല്ലാവരെയും അംഗീകരിക്കുകയും എല്ലാവർക്കും സർവ്വസ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്ന രാഷ്ട്രമാണ്. എല്ലാ മതങ്ങളോടും സമദൂരം പ്രഖ്യാപിച്ചുകൊണ്ട് അംഗീകരിക്കുന്ന രീതിയാണ് USA-ക്കുള്ളത്. ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ചെയ്തു പോയി അനേക മക്കൾ USA-യിൽ ജോലി ചെയ്യുന്നവരുണ്ട്.
അതിലെ വൈദികരും സന്യസ്തരുമൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ കൃപാസനത്തിൽ വന്നിട്ടുള്ളവരും ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരുമെല്ലാം പങ്കെടുക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിൽ ഓർക്കുകയാണ്. അബോർഷൻ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ട പെടുത്തിയൊരു രാജ്യമാണ്. സഭ അതിനോട് പ്രാർത്ഥനാപൂർവം തിരുത്താനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ രഥിയിൽപ്പെട്ടവരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ, അതെല്ലാം ഫാമിലിയുടെ ട്രഡീഷണൽ ഫാമിലിയെ ചോദ്യചിഹ്നമായി ഉയരുമ്പോഴും അവരുടെയെല്ലാം സ്വാതന്ത്ര്യത്തെയാണ് അമേരിക്ക മാനിക്കുന്നത്. വംശീയ പ്രശ്നങ്ങൾ ഏറെയുണ്ട്, കറുപ്പും വെളുപ്പും എന്നുള്ളത്. പക്ഷേ അവിടെയും അമേരിക്കൻ നിലപാടുകളിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഹനിക്കുന്ന ഒന്നും ഉണ്ടാകത്തില്ല. പിന്നൊരു ക്രൈസിസ് എല്ലാ രാജ്യക്കാർക്കും അവിടെ ജോലിക്ക് ചെല്ലുന്നവർക്കൊക്കെ അനുഭവപ്പെടുന്ന ഒന്ന് എമിഗ്രേഷനാണ്. ലീഗലായ അനേകർ വരുന്നത് കൊണ്ട്, ഗസ്റ്റായ ഒത്തിരി പേര് വരുന്നത് കൊണ്ട് അവരുടെ വിഷയങ്ങൾ അവിടെ പരക്കെ പ്രശ്നമാകുമ്പോൾ അവിടെ സഭ, കത്തോലിക്ക സഭ മാനുഷികമായി ട്രീറ്റ് ചെയ്യുമ്പോഴും ഗവൺമെൻറ് അതിനെ ഹാർഷായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി, പാവങ്ങളും ധനവാനും തമ്മിലുള്ള അന്തരം, അതുമൊക്കെ ശ്രദ്ധേയമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇതെല്ലാം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അതെല്ലാം എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന കാര്യങ്ങളുമാണ്. അതെല്ലാം ഇപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ട്. ചൈനയുമായിട്ട് കൊമേഴ്ഷ്യൽ കോൾഡ് വാർ നടക്കുന്നത്, ആരാണ് വലുതെന്നുള്ള ചിന്തകൾ, അതവിടുത്തെ ജനത്തെയും അവിടുത്തെ ഭരണ സംവിധാനത്തെയും അലട്ടുന്നതാണ്. ഗ്ലോബൽ പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഏത് കാര്യത്തിലും അമേരിക്കയ്ക്ക് അമേരിക്കത്തായിട്ട് പോളിസിയുണ്ട്. അത് മറ്റുള്ളവരെ ഹനിക്കുകയല്ല, മറിച്ച് രാഷ്ട്രത്തിൻ്റെ കെട്ടുറപ്പും മുന്നോട്ടുള്ള പ്രയാണത്തെയും മുൻനിർത്തിയുള്ളതാണ്. മോറൽ ഇഷ്യൂസേഴ്സ് ഏറെ ഉണ്ടെങ്കിലും അതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. ഏറ്റവും കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നുണ്ട്. നിയമവ്യവസ്ഥയിൽ സർക്കാരിൻ്റെ നികുതികളും കാര്യങ്ങളിലുമെല്ലാം വളരെ സ്ട്രിക്റ്റായ നിലപാട് സ്വീകരിക്കും. ട്രഡീഷണൽ ഫാമിലി സിസ്റ്റം വലിയ രീതിയിൽ പ്രബലമല്ല. എന്നാൽ റിലീജിയസ് ടോളറൻസ് ഏറെയാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു സിവിക് സെൻസുണ്ട്. എപ്പോഴും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റോടു കൂടിയാണ് ജനങ്ങളോട് ഇടപഴകുന്നത്. എയർ പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഡിഫോറസ്റ്റേഷൻ, വാട്ടർ പൊല്യൂഷൻ, വേസ്റ്റ് ഡിസ്പോസിബിൾ, ഇതെല്ലാം ഒരു വശത്ത് അധികാരവൃന്ദങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ സമർപ്പിക്കുന്നുണ്ട്. അനേകർ കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോകുന്നവരുണ്ട്. അവിടെയെല്ലാം അവിടുത്തെ സിറ്റിസൺഷിപ്പിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളവരുണ്ട്. അവരെല്ലാം നമ്മളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനേകർ യുഎസ്എയിലേക്ക് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിലായിരിക്കുന്നവരെയും ഓർക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ അവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. കൃപാസനം അമ്മ സന്നിധാനത്തിൽ വന്ന് എനിക്ക് യുഎസ്എയിൽ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മുന്നിൽ 6 നിയോഗങ്ങളുടെ കൂട്ടിൽ 6 കൽപ്പനകൾ പോലെ എഴുതി പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ചു പോയിട്ടുള്ളവരുണ്ട്. കൃപാസനത്തിൽ വന്ന് ബഹുമാനോട് ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് പ്രാർത്ഥിച്ച് ജോലിക്കായി പോയിട്ടുള്ളവരുണ്ട്.
ലീവിന് വന്ന് ഉടമ്പടിയെടുത്ത് പുതുക്കിപ്പോയിട്ടുള്ളവരുണ്ട്. ഇവരെല്ലാം നമ്മൾ ഭക്തിയോടെ ഈ അൾത്താരയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അമേരിക്കയുടെ സാമൂഹ്യ രംഗങ്ങൾ, സാംസ്കാരിക രംഗങ്ങൾ, നിയമനിർമ്മാണ സംവിധാനങ്ങൾ, അധികാരവൃദ്ധങ്ങൾ എല്ലാം ഓർക്കുകയാണ്. സഭയുടെ എല്ലാ പ്രതിസന്ധികളെയും സഭയുടെ മേലധ്യക്ഷനെയും ഓർക്കുകയാണ്. എല്ലാം ദിവ്യതിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സമ്പന്ന രാഷ്ട്രമെന്ന നിലയിലും ആരെയും സഹായിക്കാനുള്ള വലിയ മനസ്സുള്ള ഒരു രാഷ്ട്രമെന്ന നിലയും നമുക്ക് USA ദൈവത്തിരുസന്നിധിയിൽ നന്മയോടെ ഓർക്കാം. ഇത് നന്മയുടെ വലിയ കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാജ്യത്തിൻ്റെ കാലാവസ്ഥയെ നമുക്ക് പ്രാർത്ഥിക്കാം. ഗതാഗത സംവിധാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടെ ജോലിയിലായിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രീയ സംവിധാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ, ആത്മാവിൻ്റെ കൃപ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഇപ്പോൾ വൈദികൻ തീർത്ഥം തെളിക്കുന്നത് അമേരിക്കയുടെ മേൽ, അവിടുത്തെ ജനത്തിൻ്റെ മേൽ, അവരുടെ ഭരണ സംവിധാനങ്ങളുടെ മേലാണ്. ഈ തീർത്ഥം അവർക്ക് ശക്തിയും കരുത്തും ദൈവസ്നേഹവും വിശ്വാസവും വിശുദ്ധിയും പകരുന്നതാണ്. നമുക്ക് വിശ്വാസത്തോടെ ചോദിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ പ്രവിശ്യകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ നുടപ്പെടുന്നു പോയിട്ടുള്ള ഓരോ ദൈവമക്കളെയും അവിടെ നിന്ന് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് ദുരന്തം വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന വലിയ ധനസമ്പത്ത് അവരുടെ ആത്മാഭിമാനമായി തീരുമ്പോൾ കർത്താവ് എല്ലാ മേഖലയിലും ദർശിക്കുക. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ ആരാധിക്കുന്നു. യേശുവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ അവിടുത്തെ സംവിധാനത്ത് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ചൈതന്യം നിറയട്ടെ. ഉടമ്പടിയെടുത്തുള്ള ഓരോ മക്കളും സ്പർശിക്കപ്പെടട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്പർശിക്കണമേ. കർത്താവേ ദാരിദ്ര്യം പേരുന്ന മക്കളെ സ്പർശിക്കണമേ. കർത്താവേ ഇവിടുത്തെ കൃപകൾ വർഷിക്കണമേ. കർത്താവേ ധാർമ്മികമായ തപ്പതിച്ച മക്കളെ സ്പർശിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ ആശീർവദിക്കണമേ. സാമൂഹ്യ സാംസ്കാരിക മേഖലകളെ ആശീർവദിക്കണമേ. കർത്താവേ അവിടുത്തെ നല്ല മനസ്സുകളെ ആശീർവദിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്പർശിക്കണമേ, യേശുവേ സ്പർശിക്കണമേ, യേശുവേ സ്പർശിക്കണമേ, യേശുവേ സ്പർശിക്കണമേ. പ്രാർത്ഥനയോടുകൂടി എല്ലാവരും സമർപ്പിക്കട്ടെ. ഉടമ്പടിയിൽ സമർപ്പിച്ച യോഗങ്ങളെ ഉടമ്പടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്പർശിക്കണം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. हे पिता हमारे जो स्वर्ग में है, तेरा नाम पवित्र किया जावे, तेरा राज्य आवे, तेरी इच्छा जैसे स्वर्ग में है वैसे इस पृथ्वी पर भी हो. हमारा प्रतिदिन का आहार आज हमें दे और हमारे अपराध हमें क्षमा कर जैसे हम भी अपने अपराधियों को क्षमा करते हैं और हमें परीक्षण में ना डाल परंतु बुराई से बचा। आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय। आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय। आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ,
प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। पिता और पुत्र और पवित्र आत्मा के नाम पर आमीन। हे मेरे यीशु, मेरे पापों को क्षमा कीजिए, नरक की अग्नि से हमें बचाइए, सारी आत्माओं का विशेषकर जिन्हें आपकी कृपा की अत्यंत आवश्यकता है उन्हें स्वर्ग में ले जाइए। दुख के दूसरे भेद। यीशु कोड़ों से मारे जाते हैं। കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ദൈവാനുഭവത്തിൻ്റെ വലിയ ശുശ്രൂഷയാണ് അകൊള്ളുചെറിയിക്ക പ്രാർത്ഥന. കൃപാസനം പരിശുദ്ധതയെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ധാരയിൽ നിന്നുള്ള ശുശ്രൂഷയിലാണ് ലോകമാസകലമുള്ള വിശ്വാസികൾ ഇപ്പോൾ പങ്കുചേർന്നോർക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടേതായ എല്ലാ വിഷയങ്ങളും തത്സമയമായ നിയോഗങ്ങളുമെല്ലാം ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ ഇറ്റലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇറ്റലി എന്ന പദം തന്നെ ഇറ്റാലിയ എന്ന ലത്തീൻ ഭാഷയിൽ നിന്നാണ് വരുന്നത്. ഇറ്റലി സാംസ്കാരിക പൈതൃക ചരിത്ര പൈതൃകമുള്ള രാജ്യമാണ്. പ്രകൃതി രമണീയതയുള്ള രാജ്യമാണ്. കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് 27 സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്ക് പോകുന്നവർ അനേകരാണ്. അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇറ്റലി ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇറ്റലി എല്ലാ രാജ്യക്കാരെയും തുറന്നിട്ട് സ്വീകരിക്കുന്ന, തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുന്ന
ഒരു ഭരണ സംവിധാനമാണ് അവിടെയുള്ളത്. പിന്നെ അവിടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ആരും ആരെയും ഉപദ്രവിക്കുന്ന രീതിയില്ല. ഏതൊരു സ്ത്രീക്കും ഏത് സമയത്തും ഏത് രാത്രിക്കും നടന്നു പോകാൻ കഴിയുന്ന, യാത്ര ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഇറ്റലിയിൽ നിന്നല്ലാത്തവരെ കണ്ടാൽ ഇറ്റലിയിലുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു രീതി പോലും ഇറ്റലിയെ സാംസ്കാരിക പൈതൃകത്തിൽ അവരുടെ സ്വഭാവ നന്മയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റലി സുരക്ഷിതമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അനേകർ പോയിട്ടുണ്ട്. അനേകർ ഹോം നേഴ്സായിട്ട് പോയി ജോലി ചെയ്യുന്നവരുണ്ട്, നേഴ്സായിട്ട് പോയി ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി വൈദികർ, സന്യസ്തർ അവിടെയുണ്ട്. അപ്പോൾ ഇറ്റലി എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു രീതി ഉള്ളതാണ്. ഇറ്റലിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റോമാണ്. റോമിൻ്റെ ഭരണാധികാരി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസാണ്. എക്കാലവും അങ്ങനൊരു സംവിധാനമാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ തലവനും റോമായുടെ ഭരണാധികാരിയുമായ ഫ്രാൻസിസ് പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇറ്റലിയിലെ എല്ലാ ഭരണാധികാരികളെയും ഈ അൾത്താരയിൽ ഓർക്കുകയാണ്. ഇറ്റലി ഡെമോക്രാറ്റിക് വികസിത രാജ്യമാണ്. അതുമാത്രമല്ല, വ്യാപാര സംഘടനകളിൽ ഇറ്റലി അംഗമാണ്. ഒരു കാലത്ത് ഇറ്റലിയിൽ മാഫിയ നിയന്ത്രണങ്ങളായിരുന്നപ്പോൾ പ്രകൃതി കനിഞ്ഞു നൽകിയ സമ്പത്ത് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഇറ്റലി ദൈവസാന്നിധ്യത്തിൻ്റെ നിറമായിട്ട് മാറി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റലിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് വത്തിക്കാൻ്റെ ഭരണാധികാരിയാണ്. അപ്പോഴതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ആഗോള കത്തോലിക്ക സഭയെ നയിക്കുന്നത് വത്തിക്കാൻ ഭരണാധികാരിയായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പോപ്പാണ്. ഫ്രാൻസിസ് പാപ്പയെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൂടുതൽ ദൈവാസ ശക്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ PR ലഭിക്കാത്തൊരവസ്ഥയാണ്. അനേകർക്ക് അവിടെ ജോലിക്ക് പോയിട്ട് പെർമനൻ്റ് റെസിഡൻറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ 9 വർഷവും 13 വർഷവും 12 വർഷവുമായിട്ടൊക്കെ ഉള്ളവരുണ്ട്. അപ്പോഴതെല്ലാം നമുക്ക് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ സങ്കടപ്പെടുന്നവരുണ്ട്. വീടും നാടുമൊക്കെ വിട്ടു പോയിട്ട് അവർ അവിടെയാകുന്നു. റെസിഡൻറ്റ് പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ നാട്ടിൽ വന്ന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തിരുന്ന ജോലി സ്ഥലത്ത് തന്നെ ജോലി കിട്ടണമെന്നില്ല. മറിച്ച് വേറെ ഏതെങ്കിലും മേഖലയിലേക്കാണ് അവർക്ക് ജോലി കിട്ടുക. അപ്പം അതുമൂലമുള്ള പ്രയാസങ്ങൾ നാട്ടിലുള്ളവർക്കുമുണ്ട്, മറ്റു രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അവിടെയുമുണ്ട്, ജോലിക്ക് പോകുന്നവർക്കുമുണ്ട്. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ അവിടെ ജോലിക്ക് പ്രവേശിക്കുന്നവർക്ക് കൃത്യമായ ആഴ്ചയിൽ 2 ദിവസം എന്ന പോലെ തന്നെ ലീവുണ്ട്. സാധാരണ വ്യാഴാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് ഞായറാഴ്ചകളിൽ ചിലയിടങ്ങളിൽ മുഴുവനായിട്ട് ലീവ് കൊടുക്കും. അപ്പോൾ ഒരു വിഷയം പ്രവാസികൾക്കുണ്ടാകുന്നുണ്ട്. ഒരു വിഷയമെന്ന് പറയുന്നത് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറി മറ്റെവിടെയെങ്കിലും അവർ താമസ സൗകര്യം നേരത്തെ ക്രമപ്പെടുത്തണം. അതിന് പേയ്മെൻറ്റ് അവർ തന്നെ കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ചിലവുകൾ കൂടി വരുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ വേദന അനുഭവിക്കുന്ന മക്കളെയെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ, കൃപാസനം അമ്മ സന്നിധാനത്തിൽ ഉടമ്പെടുത്ത് പ്രാർത്ഥിച്ചു പോകുന്നവർ, സന്താനരഹിതരായി നമുക്ക് സമർപ്പിക്കാം. ഭവനരഹിതരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
കോടതി കേസുകളിൽ മുഴുകിക്കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തെറ്റായ ജീവിത ശൈലികളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത ദുരിതങ്ങളിൽ, കടഭാരങ്ങളിൽ, വിഷമതയിൽ കഴിയുന്നവരെല്ലാം ദിവികാരുടെ സന്നിധിയിൽ ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഇറ്റലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വത്തിക്കാൻ ഭരണാധികാരി ഇപ്പോൾ ഫ്രാൻസിസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭരണ സംവിധാനങ്ങളെയും പ്രവിശ്യകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ തീർത്ഥം തെളിയിക്കുന്നത് ഇറ്റലിയുടെ മേലാണ്. ദിവികാരുണ്യത്തിൻ്റെ ഈ തീർത്ഥം തെളിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം സാമ്പത്തിക മേഖലകൾ, അവരുടെ ജീവിത ദുരിതങ്ങൾ, അവരുടെ കടഭാരങ്ങൾ, അവരനുഭവിക്കുന്ന വിഷമതകൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സാമ്പത്തിക വ്യവസ്ഥകൾ, നിയമനിർമ്മാണ മേഖലകൾ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലേക്ക് ഈശോയുടേത് ആ ദിവികാരുണ്യത്തിൻ്റെ ശക്തിയാൽ തീർത്ഥം തളിക്കപ്പെടും. പൂജയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ജനതയെ വിശുദ്ധീകരിക്കുന്നു, കർത്താവ് ജനതയ്ക്ക് ശക്തി പകരുന്നു, കർത്താവ് ജനതയ്ക്ക് വിശ്വാസം നിറയുന്നു, ദൈവസ്നേഹം നിറയുന്നു, കത്തോലിക്കാ സഭയെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുകയാണ്. രോഗത്തിലും ദുരിതത്തിലും കഴിയുന്നവർ, കോവിഡ് മൂലം വേദനിക്കുന്നവരെല്ലാം ഈശോ ആശീർവദിക്കുകയാണ്. കർത്താവിൻ്റെ ചൈതന്യം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പാടുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയെ സ്പർശിക്കണമേ, സ്തുതിയും ഈശോയെ ഏറ്റെടുക്കണമേ, പുകഴ്ചയും ഈശോയെ ആശീർവദിക്കണമേ. हे पिता हमारे जो स्वर्ग में है, तेरा नाम पवित्र किया जावे, तेरा राज्य आवे, तेरी इच्छा जैसे स्वर्ग में है वैसे इस पृथ्वी पर भी हो। हमारे प्रतिदिन का आहार आज हमें दे, और हमारे अपराध हमें क्षमा कर जैसे हम भी अपने अपराधियों को क्षमा करते हैं, और हमें परीक्षा में ना डाल परंतु बुराई से बचा। आमीन। प्रणाम मरिया, कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में अन्य और धन्य है तेरे स्वर्ग गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन।
प्रणाम मरिया कृपा पूर्ण प्रभु तेरे साथे है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया कृपा पूर्ण प्रभु तेरे साथे है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया कृपा पूर्ण प्रभु तेरे साथे है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया कृपा पूर्ण प्रभु तेरे साथे है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया कृपा पूर्ण प्रभु तेरे साथे है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया कृपा पूर्ण प्रभु तेरे साथे है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया कृपा पूर्ण प्रभु तेरे साथे है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। पिता और पुत्र पवित्र आत्मा के नाम पर आमीन। हे मेरे यीशु, मेरे पापों को क्षमा कीजिए, नरक के अग्नि से हमें बचाइए, तारे आत्माओं का विशेषकर जिन्हें आपकी कृपा की अत्यंत आवश्यकता है, उन्हें स्वर्ग में ले जाइए। तीसरे दुख के बाद यीशु को कांटों का मुकुट पहनाया जाता है। പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ദൈവത്തിരുസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് ഇപ്പോൾ പലയിടങ്ങളിലും പല കുടുംബങ്ങളിലും പല രാജ്യങ്ങളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ആഗോള ജെറീക്കോ പ്രാർത്ഥന ഭവനത്തിൽ നിർവഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ്. അനേകായിരങ്ങൾ വ്യത്യസ്തമായ മേഖലയിൽ നിന്നുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് അവർ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം ഓർക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ കിങ്ഡം ഓഫ് സൗദി അറേബ്യയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗദി അറേബ്യ അനേകായിരം പേര് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട്. അതുമാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്ക് ചെയ്യുന്നവരുണ്ട്. ലോകത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജോലിക്ക് പോകുന്നവരുണ്ട്. കേരളത്തിലെ ചില ജില്ലകളിൽ നിന്ന് കുറേ പേര്, അധികം പേരവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അവിടുത്തെ ഭരണ സംവിധാനം നിലവിൽ അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ജോലി ചെയ്യാൻ പറ്റുന്നത്. അതൊരു വലിയ നന്മയാണ്. ഈ നന്മയെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഓർക്കാം. വളരെയധികം പേര് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ്
ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് OITയും IELTSഉം ഒക്കെ എഴുതി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അനേകം പേര് MOH പാസ്സായിരിക്കുന്നവരെല്ലാം സൗദി MOH പാസ്സായിട്ടുള്ളത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ശേഷമാണ്. അത് പലരും ഗൂഗിൾ മീറ്റിലൂടെയും കൃപാസനം നടന്ന മരിയൻ തീർത്ഥയാത്ര എന്ന ധ്യാന ശുശ്രൂഷയിലെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഓർക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ സൗദിയിൽ ദേവാലയമില്ല. എന്നാൽ പ്രാർത്ഥനകളും പുരോഹിത ശുശ്രൂഷകളുമെല്ലാം ഒതുങ്ങിയ രീതിയിൽ സ്വകാര്യതയിൽ നിർവഹിക്കപ്പെടുന്നുമുണ്ട്. ഒരു പ്രത്യേകതയും കാണുന്നത് മറ്റ് രാജ്യത്തു നിന്ന് ചെല്ലുന്നവരെ സൗദിക്കാർ ബഹുമാനിക്കുമെന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് ജോലിക്ക് പോകുന്നവർ ആ രാജ്യത്തിൻ്റെ വസ്ത്രം സ്വീകരിക്കുക എന്നുള്ളതുണ്ട്. അതവർ പറയുന്നതും ഗൂഗിൾ നോട്ട് നൽകുന്നതും ഒരു സമത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. അവരവരുടേതായ ഓരോരുത്തരും സ്വന്തമായ കൾച്ചർ അനുസരിച്ച് വസ്ത്രം ധരിക്കാതെ അവിടുത്തേതായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണെന്നാണ്. പിന്നെ അൺലോഫുൾ കില്ലിങ്സ് ഉണ്ട്, എക്സിക്യൂഷൻ ഓഫ് നോൺ വയലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ വളരെ ഇൻഹ്യൂമനായിട്ട് പെരുമാറുന്ന രീതികളുമുണ്ട്. പക്ഷേ അതെല്ലാം ആ രാജ്യത്തുള്ളവർക്ക് നന്മ വരുന്നതിന് വേണ്ടിയാണെന്നാണ് അവിടുത്തെ ഭരണാധികാരികൾ അവകാശപ്പെടുന്നത്. റോയൽ സൗദിയും യമനി ഹൊത്തുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒരു വശത്തുണ്ട്. അതും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ മുസ്ലിം സഹോദരങ്ങൾ ഹജ്ജ് നടത്താൻ പോകാറുണ്ട്. ലോകത്തിലെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് അതിനെ കാണുന്നത്. അതും ഗൂഗിൾ നോട്ടനുസരിച്ച് പറയപ്പെടുന്നത് ദൈവ സാന്നിധ്യവും ദൈവം തങ്ങളിൽ കീഴ്പ്പെടുത്തുന്ന അടയാളമായിട്ടാണ്, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനായിട്ടാണ് നിർവഹിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ബ്ലാക്ക് സ്റ്റോണിൽ കിസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തലാണെന്നാണ്. ഇതെല്ലാം അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. പക്ഷേ അതൊന്നും മറ്റു രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരോ ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്നവരോ ഒന്നും ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമോ ഇല്ല. അതാണ് അതിൻ്റെ ആ രാജ്യത്തിൻ്റെ ലോയുടെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത്. അത് മറ്റു രാഷ്ട്രങ്ങളിലും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ നന്മകളെയെല്ലാം ആ ഭരണാധികാരികളുടെ മനസ്സിൽ അവരുടെ ആലോചനകളുള്ളത് ആ ദൈവം കൊടുത്തതാണ്. നമുക്കതെല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ പിൽക്കാലത്ത് വരാൻ പോകുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത് അത് ലേബർ ലോയുടെ ഒരു നോട്ട് പോലെ തന്നെയാണ്. അതായത് ഇപ്പോഴവിടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. സൗദിയിലുള്ളവർക്ക്, അവിടെ ജനിച്ചു വളർന്നവർക്കെല്ലാം ഏത് രാജ്യത്ത് പോയും വിദ്യാഭ്യാസം കരസ്ഥമാക്കാം. തിരിച്ചു വരുമ്പോൾ അവർക്ക് പ്ലേസ്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ അനേകർ ഓക്സ്ഫോർഡിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. അത് പുതിയ നിയമസംവിധാനത്തിൽ വരുത്തിയിരിക്കുന്ന ഒരു ഭേദഗതിയാണ്. ആ നല്ല സമ്പ്രദായങ്ങളെയെല്ലാം നമുക്ക് ഓർക്കാം. പക്ഷെ അതുമൂലം നമ്മുടെ ആൾക്കാർക്ക്, കേരളത്തിൽ നിന്ന് ചെല്ലുന്നവർ, ഇന്ത്യയിൽ നിന്ന് ചെല്ലുന്നവർ, മറ്റു രാജ്യങ്ങളിൽ ചെല്ലുന്നവർക്ക് എല്ലാം ആ നിയമം ഒരുപോലെ ബാധകമാണ്. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിരുസന്നിധിയിലേക്കെല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ അതോടൊപ്പം ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകർ കടക്കണിയിലുണ്ട്. അവരെ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകരി ദിവസങ്ങളിൽ
പരീക്ഷകൾ ഏർപ്പെടുന്നവർ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ ഏർപ്പെടുന്നവർ നോക്കോർക്കാം. അനേകം കുടുംബങ്ങൾ തകർന്നു പോയതിൻ്റെ കുടുംബ ബന്ധങ്ങളെ നമുക്കോർക്കാം. അശുദ്ധമായ ബന്ധങ്ങളിൽ കഴിയുന്നവരെ നമുക്കോർക്കാം. കോവിഡ് മൂലം വേദനിക്കുന്നവരെയും കോവിഡ് മൂലം ഇപ്പോഴും ചികിത്സയിലായിരിക്കുന്നവരെയും നമുക്കോർക്കാം. ദൈവത്തിരുസന്നിധിയിലെല്ലാം പ്രാർത്ഥിക്കാം. സൗദിയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമായി നിൽക്കുന്ന മക്കൾ, അവർക്ക് വിവാഹം കഴിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന മാതാപിതാക്കളുണ്ടാകുന്ന വേദനകൾ ഈ ജെറീക്കോ പ്രാർത്ഥനയിൽ കൃപാസന മൾത്താരയിൽ ഇപ്പോൾ ഓർക്കുകയാണ്. അത് പലരും ഉടമ്പടിയിൽ നിയോഗം പോലെ സമർപ്പിച്ച് ദൈവകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് കൃപാസന ഓൺലൈൻ ശുശ്രൂഷയിൽ തത്സമയമായിട്ട് ടൈപ്പ് ചെയ്ത് സമർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കൃപാസനം ജനതകളുടെ പ്രാർത്ഥനാലയമാണ്. പരിശുദ്ധമായ വാഗ്ദാന പേടകമായി വണങ്ങുന്ന ഒരുപക്ഷെ ലോകത്തിലേക്ക് ധ്യാന കേന്ദ്രവുമാണ്. അതുകൊണ്ട് തന്നെ ലോകജനതയുടെ നാനാവിധമായ വിഷയങ്ങൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിൽ ഓർക്കുകയാണ്. ഈ ജെറീക്കോ പ്രാർത്ഥനയിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. സൗദിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗദിയുടെ സാമ്പത്തിക സാംസ്കാരിക വ്യവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ രാഷ്ട്രീയ മേധാവിത്വങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വൈദികൻ തീർത്ഥം തെളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗദിയുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളംബരം ചെയ്യുകയാണ്. അവിടെയെല്ലാം എല്ലാ തിന്മകളെയും അന്ധകാര ശക്തികളുടെയും വിശുദ്ധീകരിക്കുക. വേദനിക്കുന്ന ഓരോ വ്യക്തികൾക്ക്, രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ ആഗോള കൃപാസനം, ആഗോള ജെറീക്കോ പ്രാർത്ഥനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, കൃപാസന ഉടമ്പടി മാതാവിൻ്റെ മാധ്യശക്തിയാൽ സൗഖ്യവും സാന്ത്വനവും വർഷിക്കപ്പെടുകയാണ്. കരങ്ങൾ സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ കർത്താവേ. സൗദിയുടെ മേൽ അങ്ങയുടെ കാരുണ്യം ചൊരിയണമേ കർത്താവേ. അവിടെ എല്ലാ നിയമവ്യവസ്ഥകളുടെ മേൽ അവിടുത്തെ കാരുണ്യം ചൊരിയണമേ കർത്താവേ. അവിടുത്തെ നിയമനിർമ്മാണ ശിക്ഷ നടപടികളുടെ മേൽ കർത്താവേ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ദൈവരാജ്യത്തിന് സ്വന്തമാകാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അവിടെ ആരാധന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവിടുത്തെ വിശ്വാസികൾക്ക് കൃപ ചൊരിയപ്പെടാൻ കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള മക്കൾ കർത്താവ് വേദനകളും സങ്കടങ്ങൾ വരുമ്പോൾ വാസനത്തിലേക്കാണ് വിളിച്ചു പറയുക. അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. വാസന ശുശ്രൂഷകളാണ് അനേകർ കണ്ട് പ്രാർത്ഥിക്കുന്നത്. ജോസഫ് അച്ഛൻ്റെ ദിവ്യകാരുണ്യ ആരാധന യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ, അത് മാത്രമാണ് ആശ്രയം എന്ന് പറയുന്ന അനേകരുണ്ട്. അവരെല്ലാം ഓർക്കുന്നു. അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗദുരിതങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന. हे पिता हमारे जो स्वर्ग में है, तेरा नाम पवित्र किया जावे, तेरा राज्य आवे, तेरी इच्छा जैसे स्वर्ग में है वैसे इस पृथ्वी पर भी हो. हमारा प्रतिदिन का आहार आज हमें दे और हमारे अपराध क्षमा कर जैसे हम भी अपने अपराधियों को क्षमा करते हैं, और हमें परीक्षण में ना डाल परंतु बुराई से बचा. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए
अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय आमीन। पिता और पुत्र और पवित्र आत्मा के नाम पर आमीन। हे मेरे यीशु, मेरे पापों को क्षमा कीजिए, नरक के अग्नि से हमें बचाइए, सारी आत्माओं का विशेषकर जिन्हें आपकी कृपा की अत्यंत आवश्यकता है उन्हें स्वर्ग में ले जाइए। चौथा दुख के बाद यीशु अपना क्रूस ढोते हैं। പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കരങ്ങളെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നിയോഗങ്ങളും ഓർക്കണം, എല്ലാ സങ്കടങ്ങളും വേദനകളും ഓർക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ ജർമ്മനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജർമ്മനിയുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും നിർവഹിക്കപ്പെടാൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജർമ്മനി ലോകത്തിലേക്ക് വെച്ച് 4ാമത്തെ സാമ്പത്തിക പുരോഗതിയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അടിക്കടിയാണ് എല്ലാ മേഖലകളിലും അവർക്ക് വിജയമുണ്ടാകുന്നത്. ജർമ്മനിയിൽ ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കുന്നതിന് ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, മതസ്വാതന്ത്ര്യവുമുണ്ട്. അത് നമുക്ക് ദൈവസ്നേഹത്തോടു കൂടി ദിവ്യകാരുണ്യ അൾത്താരയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പോകുന്നവർക്ക് ഏറെ സങ്കടമാരായി തീരുന്നത് ജർമ്മൻ B2 ലെവൽ എക്സാമാണ്.
അങ്ങോട്ട് പോകണമെങ്കിൽ അതൊരു വലിയൊരു കടമ്പയാണ്. പലപ്പോഴും അത് പാസ്സാകാറില്ല. അങ്ങനെ അനേകർ കൃപാസനത്തിൽ വന്ന്, കൃപാസന പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന്, അമ്മ പ്രത്യക്ഷ അൾത്താരിൽ വന്ന് ഉടമ്പടി ചെയ്ത് പോയിട്ടുണ്ട്. പലകർ 2, 3, 4 തവണകൾ പരാജയപ്പെട്ടവർ 13 തവണ പോലെ പരാജയപ്പെട്ടിട്ട് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. അത് കേട്ട് അനേകരെ സ്പർശിച്ചിട്ടുണ്ട്. ജർമ്മനിൽ ജോലി ചെയ്യുന്നവർ കൃപാസനത്തിലെ ഈ ജർമ്മൻ B2 ലെവൽ എക്സാം പാസ്സായത് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് ഉടമ്പടി ചെയ്തത് മൂലമാണ് വിജയം നൽകിയതെന്ന സാക്ഷ്യം ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിജയിച്ചവരുണ്ട്. ഈ ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ അതെല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ജർമ്മനിയിലുള്ളവരെപ്പോഴും പരസ്പരം സഹായിക്കാൻ മനസ്സുള്ളവരാണ്. അവിടെ അവർക്ക് സഹായിക്കാനുള്ള മനസ്സിന് അതിനൊരു മറയും ഇല്ലാത്തതാണ്. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ജർമ്മനിയിലുള്ളവർ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവരാണെങ്കിലും മറ്റു രാജ്യത്തു നിന്ന് പോയിട്ടുള്ളവരാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോയിട്ടുള്ളവരാണെങ്കിലും എന്തെങ്കിലും ഹൈ എമർജൻസി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ രാജ്യക്കാരെന്നല്ല, എല്ലാവരും കൂടി അത് സഹായിക്കുന്നൊരു രീതി ജർമ്മൻ്റെ ഒരു സ്നേഹ സൗഹൃദ സിസ്റ്റമാണ്. അപ്പം അങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടി അവിടെ സൗഹൃദ കൂട്ടായ്മകൾ പോലെ തന്നെ നമ്മൾ രൂപീകൃതമായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു വീട്ടിൽ ഒരു എമർജൻസി ഡെത്ത് നടന്നാൽ ആ വ്യക്തിയെ പോയി കാണുക, ആ വ്യക്തിയെ എയർപോർട്ടിൽ കൊണ്ടുപോയാക്കുക, അവന് പണമടിച്ചു കൊടുക്കുക, തിരിച്ചു വരാൻ സഹായിക്കുക, ഇതെല്ലാം ജർമ്മനിലെ ഒരു സൗഹൃദമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. പിന്നെ അവിടത്തെയുള്ള രാജ്യത്തിൻ്റെതായ വിഷയമെന്ന് പറയുന്നത് ഏവർക്കും അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ കാണിക്കും. അതുണ്ടെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ് ഒരു വശത്ത് കൂടുതൽ നിൽക്കുകയും ചെയ്യും. ഒരു വെല്ലുവിളിയായി തീരുന്നത് റൈറ്റ് ടു പ്രൈവസിയാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ്. അതൊരു വെല്ലുവിളിയാണ് അവർക്ക്. അതേതെങ്കിലും കാരണവശാൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികളാൽ, പോലീസ് വൃന്ദങ്ങളാലോ നിയമിക്കപ്പെടുന്ന രഹസ്യ ഉദ്യോഗസ്ഥരാൽ പിടിക്കപ്പെട്ടാൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവിടുത്തെ ശിക്ഷാ സംവിധാനം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ 1 തവണ കഴിഞ്ഞു, 2 തവണ കഴിഞ്ഞ് 3-ാം തവണയാണ് രാജ്യത്തു നിന്ന് പുറത്താക്കുന്നത്. അപ്പം അതുവരെ അവർക്ക് തിരിച്ചു വരാനും തെറ്റുതിരുത്താനുമൊക്കെ അവസരം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥ ജർമ്മനിക്കുണ്ട്. പിന്നെ പൊതുവെ ജനം അഭിമുഖീകരിക്കുന്നൊരു വലിയ പ്രശ്നം പൊല്യൂഷനാണ്, ഫ്രം ദ എയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതവിടുത്തെ സോയിലിൻ്റെയും ഇന്ധനങ്ങളുടെയും ഒരു വിഷയമാണ്. അതുകൊണ്ട് പൊല്യൂഷൻ കൂടുതലാണ്. അതുകൊണ്ട് പലർക്കും അങ്ങനെയുള്ളതുകൊണ്ട് അത് സംബന്ധമായ നിരവധി രോഗങ്ങൾ, വിഷമതകളുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളവർക്കതുണ്ട്. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുമ്പോൾ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നവർ, മറ്റ് രാജ്യത്തു നിന്ന് പോയിട്ടുള്ളവരുണ്ട്. പലരും കൃപാസനം അമ്മ സന്നിധാനത്തിൽ ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരെ നമ്മൾ സമർപ്പിക്കും. കടക്കെണിയിൽ കോടിക്കണക്കിന് രൂപ കടക്കെണിയിലായിരിക്കുന്ന ദൈവമക്കളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും.
അന്ധവിശ്വാസത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. വസ്തുവിറ്റുകൾ പോകാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്തവരെ സമർപ്പിക്കുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ളവരെ ഏൽത്താരയിൽ ഓർക്കുന്നു. അങ്ങനെ ജീവിത ദുരിതങ്ങൾ സങ്കടപ്പെടുന്നവരെല്ലാം ഓർക്കുകയാണ്. ക്യാൻസർ രോഗികൾ, മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ളവർ, അനേകർ കൃപാസനത്തിൽ വന്ന് ബഹുമാനോട് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ, കയ്യപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു പോയിട്ടുള്ളവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥനയോടുകൂടി ഓർക്കുകയാണ്. ദിവികാരുണ്യ ഈശോ അവർക്കെല്ലാം ഉത്തരമായിത്തീരും. ഇപ്പോൾ ലോകത്തിന് നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് വീടിന് ചുറ്റും പലരും അവർ ടെറസിന് മുകളിലുമായിട്ടൊക്കെ നിർവഹിക്കുന്നുണ്ട് പ്രാർത്ഥനകൾ. അവരെല്ലാം ഞങ്ങളിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയുടെ മേൽ, ജർമ്മനിയുടെ സാമ്പത്തിക മേഖലകളുടെ മേൽ, സാംസ്കാരിക മേഖലകളുടെ മേൽ, നിയമനിർമ്മാണ വ്യവസ്ഥകളുടെ മേൽ, രാഷ്ട്രീയ ബന്ധങ്ങളുടെ മേൽ, അധികാരബന്ധങ്ങളുടെ മേൽ ഇപ്പോൾ വൈദികൻ തൻ്റെ അഭിഷേക അധികാരത്താൽ തീർത്ഥം തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലകളെല്ലാം ഈശോ സ്പർശിക്കപ്പെടും. പ്രത്യേകമാവിധം നമ്മൾ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയപ്പെടും. രോഗങ്ങളുടെ ദുരിതങ്ങളുടെ മേലാണ് ഈ തീർത്ഥം തളിക്കപ്പെടുന്നത്. ജർമ്മനിയുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ്, കർത്താവിൻ്റെ കൃപയുടെ അടയാളമായിട്ടാണ് ധരിക്കപ്പെടുന്നത്. ഈശോ എല്ലാ മേഖലയും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈശോ എല്ലാ മേഖലകൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപാസനമൾത്താരയിൽ നിന്ന് അർപ്പിക്കപ്പെട്ട ഈ ശുശ്രൂഷ ജർമ്മനിയുടെ മേൽ വലിയ അഭിഷേകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സാന്നിധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളും കോവിഡ് മൂലം വേദനിക്കുന്നവരെ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എയർ പൊല്യൂഷൻ മൂലവും ട്രാൻസ്പോർട്ടേഷൻ പൊല്യൂഷൻ പോലെയും രോഗികളായി തീർന്നിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചൂഷണം ചെയ്യപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങളിൽ വന്നുപോയ പിഴവുകൾ മൂലം വേദനിക്കുന്നവരെ, കുറ്റബോധത്തിൽ കഴിയുന്നവരെ ഈശോ ഇപ്പോൾ ആശീർവദിക്കുക. ഈ ദ്വീപം ജർമ്മനിയുടെ കാലാവസ്ഥയെ വിശുദ്ധീകരിക്കുക. ഇവിടെ വൈദികന്റെ ബലിപീഠത്തിന് ചുറ്റും ജെറീക്കോ പ്രാർത്ഥനയുടെ മുദ്രയെന്നോണം ദിവികാരുണ്യ ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ജർമ്മനിയുടെ 4 അതിരുകളും ആശീർവദിക്കപ്പെടുകയാണ്. അവിടെയുള്ള എല്ലാ ദൈവമക്കളും ആശീർവദിക്കപ്പെടുകയാണ്. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത്, ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ഓരോ മക്കളുടെ മേലും കർത്താവ് അനുഗ്രഹം വർഷിക്കുക. ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ ആരാധന. हे पिता हमारे जो स्वर्ग में है, तेरा नाम पवित्र किया जावे, तेरा राज्य आवे, तेरी इच्छा जैसे स्वर्ग में है वैसे इस पृथ्वी पर भी हो। हमारे प्रतिदिन का आहार आज हमें दे, और हमारे अपराध हमें क्षमा कर जैसे हम भी अपने अपराधियों को क्षमा करते हैं, और हमें परीक्षा में ना डाल परंतु बुराई से बचा। आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय। आमीन। प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए
अब और हमारे मरण के समय आमीन। प्रणाम मरिया कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय आमीन। प्रणाम मरिया कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय आमीन। प्रणाम मरिया कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय आमीन। प्रणाम मरिया कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय आमीन। प्रणाम मरिया कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय आमीन। प्रणाम मरिया कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय आमीन। प्रणाम मरिया कृपापूर्ण, प्रभु तेरे साथ है, धन्य है तो स्त्रियों में और धन्य है तेरे गर्भ का फल यीशु। हे संत मरिया परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरण के समय आमीन। पिता और पुत्र और पवित्र आत्मा के नाम पर आमीन। हे मेरे यीशु, मेरे पापों को क्षमा कीजिए, नरक के अग्नि से हमें बचाइए, तारे आत्माओं को विशेषकर जिन्हें आपकी कृपा की अत्यंत आवश्यकता है उन्हें स्वर्ग में ले जाइए। दुख के 5वें वेद। यीशु क्रूस पर ठोके जाते और मर जाते हैं। പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവിധ ആവശ്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോൾ കാനഡയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാനഡയിൽ ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും ലാർജസ്റ്റ് റിലീജിയനായിട്ട് നിൽക്കുന്നത്. റോമൻ കാത്തലിക് 39%, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റി 29%, എത്തയിസ്റ്റ് ഏതാണ്ട് 24%, ഇസ്ലാം 3%. അനേകർ രാജ്യത്തിൻ്റെ 4 ഭാഗങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കാനഡയ്ക്ക് പോയിട്ടുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയും മൈഗ്രേറ്റ് ചെയ്യാനുള്ള നിയമം അനുസരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിട്ടുള്ളവരെ നമ്മൾ ഓർക്കാം. കൃപാസന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരെ നമുക്ക് ഓർക്കാം. അവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് വയലൻസ് അഗെയിൻസ്റ്റ് വുമനാണ്. സ്ത്രീകളോടുള്ള നിലപാടുകൾ അവിടുത്തെ ജനങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതുമൂലമുള്ള പിഴവുകൾ, കുറവുകൾ, പാപങ്ങൾ അവിടെയുണ്ട്. പിന്നെ ഉള്ളത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനുണ്ട്. അതുമൂലം വളരെയധികം പ്രതിസന്ധികൾ അവിടെ അനുഭവപ്പെടുന്നുണ്ട്.
അതും നമുക്ക് ഈ ആരാധനയിൽ ഓർക്കാം. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ, കൺസ്യൂം ചെയ്യുന്നവരുടെ എണ്ണം ഏറെയുണ്ട്. ദൈവാനുഗ്രഹമുള്ള ഒരു ജനത അവിടെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള തിന്മയുടെ സാഹചര്യങ്ങളും അന്ധകാര സാഹചര്യങ്ങളുമെല്ലാം അവിടെ ഏറെയുണ്ട്. അതും നമുക്കോർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെങ്കിലും മതങ്ങളുടെ ഇടയിലും പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും കോൺഫ്ലിക്റ്റ് ഉണ്ടാകാറുണ്ട്. തർക്കങ്ങളും വിമർശനങ്ങളും ഏറെയുണ്ട്. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അബോർഷൻ അതും സുലഭം നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യമേറെയുള്ളതുകൊണ്ട് അതുപോലുള്ള തെറ്റായ പ്രവണതകൾ കൂടുതൽ ശക്തിപ്പെടുന്നു. അശുദ്ധ ബന്ധങ്ങളും അഭിഹിത ബന്ധങ്ങളിലുമൊക്കെ ഏർപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇതെല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ മേഖലകളിലും നിറയണമെന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ സാമ്പത്തിക മേഖലയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തിക മേഖലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതകൾ കണക്കിലെടുത്തിട്ടാണ് അവർ സാലറി പോലും നിശ്ചയിക്കപ്പെടുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നിറം അതൊരു വിഷയമാണ്. അതുമൂലം വേദന അനുഭവിക്കുന്ന അനേകർ പല രാജ്യത്തു നിന്ന് പോയിട്ടുള്ളവരുണ്ട്. അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പാപസാഹചര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പല രാജ്യത്തു നിന്നും പലരും മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓരോരുത്തരും ഓരോ തരത്തിലും കാണുന്ന നിയമങ്ങൾ അവരുടേതായ അവർ കടന്നു വന്ന ഏത് രാജ്യത്തു നിന്നാണ് വന്നത്, അവരേത് രാജ്യത്തിൻ്റെ ഏത് സംസ്ഥാനത്ത് വന്നിട്ട് അതനുസരിച്ചാണ് പോകുന്നത്. അതിൻ്റേതായ വിഷയങ്ങളുണ്ട്. ഒരേ ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഒരേ സെക്സിൽപ്പെട്ടവർ അവരിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇതെല്ലാം ശരിയായിട്ടുള്ള ട്രഡീഷണൽ ഫാമിലി വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നതാണ്. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടേതായ വ്യക്തിപരമായ നിയോഗങ്ങൾ അനേകർ ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് തത്സമയ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ അൾത്താരയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അബോർഷനരിയായിട്ടുള്ളവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേകം ജീവൻ ഒടുക്കപ്പെട്ടിട്ടുണ്ട്. അത് നിയമം അനുശാസിച്ചു എന്ന രീതിയിലാണ്. അതെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കുടുംബസമാധാനമില്ലാതെ വിഷമിക്കുന്നവർ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുറേ പേർക്ക് ഇവിടെ നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ചില കുടുംബങ്ങൾ ശിഥിലമായിട്ടുണ്ട്. അവരെല്ലാം പ്രാർത്ഥിക്കും. ദൈവകരങ്ങളിലേക്ക് ഇതെല്ലാം കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, ദൈവമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ അവിടുത്തെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയട്ടെ. കർത്താവേ അവിടുത്തെ കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവേ അവിടുത്തെ കൃപയുടെ സാന്നിധ്യം ഓരോ ദൈവ മക്കൾക്ക് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൂപ്രതിയുടെ മേൽ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ ജീവിതത്തിൽ കഴിയുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മദ്യത്തിനും ആസ്വരവരേക്കും അടിമപ്പെട്ടു പോയിട്ടുള്ളവർ, കാനഡയിൽ വസിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഹിത ബന്ധങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ
കർത്താവിൻ്റെ ചൈതന്യം എല്ലാ മക്കളും നിറയട്ടെ. ഈശോയെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചൈതന്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബം പറഞ്ഞിരിക്കുന്നവരുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വർണ്ണത്തിൻ്റെ പേര് നിറത്തിൻ്റെ പേര് കർത്താവെ ഭുജിക്കപ്പെടുന്ന സംവിധാനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചൈതന്യം എല്ലാ ബലഹീനതകളുടെ മേലും അവരുടെ എല്ലാ പാപ സാഹചര്യങ്ങളുടെ മേലും അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കൃപ ചെറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ കഴിയുന്നവരെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. കർത്താവേ സ്തോത്രം ദൈവമേ. ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ. യേശുവേ ആരാധന. പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. हे पिता हमारे जो स्वर्ग में है, तेरा नाम पवित्र किया जावे, तेरा राज्य आवे, तेरी इच्छा जैसे स्वर्ग में है वैसे इस पृथ्वी पर भी हो. हमारा प्रतिदिन का आहार आज हमें दे और हमारे अपराध हमें क्षमा कर, जैसे हम भी अपने अपराधियों को क्षमा करते हैं, और हमें परीक्षण में ना ला डाल, परंतु बुराई से बचा. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. प्रणाम मरिया, कृपा पूर्ण, प्रभु तेरे साथ है, धन्य है तू स्त्रियों में और धन्य है तेरा गर्भ का फल यीशु. हे संत मरिया, परमेश्वर की माँ, प्रार्थना कर हम पापियों के लिए अब और हमारे मरने के समय. आमीन. पिता और पुत्र और पवित्र आत्मा के नाम पर. आमीन. हे मेरे यीशु, मेरे पापों को क्षमा कीजिए, नरक के अग्नि से हमें बचाइए,
सारे आत्माओं का विशेषकर जिन्हें आपकी कृपा की अत्यंत आवश्यकता है, उन्हें स्वर्ग में ले जाइए। प्रणाम रानी, प्रणाम रानी, दया की माँ, हमारा जीवन, हमारी मधुरता और आशा, तुझे प्रणाम। हम होवा की निर्वासित संतान तुझे पुकारते हैं। हम इस दुखपूर्ण संसार में रोते और विलाप करते हुए तेरा नाम लेते हैं। हे हमारी माता, कृपया हम पर दया दृष्टि कर और हमारे इस निर्वास के बाद अपने गर्भ का पवित्र फल यीशु हमें दिखा। हे दयालु, हे प्रेममयी, हे मधुर कुंवारी मरिया, आमीन। हे परमेश्वर की पवित्र माँ, हमारे लिए प्रार्थना कर कि हम क्रिस्त की प्रतिज्ञाओं के योग्य बन जाए। हम प्रार्थना करें। हे परमेश्वर, जिसके एकलौते पुत्र ने अपने जीवन, मृत्यु और पुनरुत्थान से हमारे लिए अत्यंत जीवन प्राप्त किया है, हम तुझसे विनती करते हैं कि पवित्र कुंवारी मरिया की अधिपवित्र माला के इन भेदों पर ध्यान करते हुए जो कुछ वे सिखाते हैं, हम उनका अनुसरण करें और जिनकी वे प्रतिज्ञा करते हैं उनको प्राप्त करें। उन्हें हमारे प्रभु क्रिस्त द्वारा, आमीन। कुंवारी मरियम से आवदान प्रार्थना। हे प्रभु, हम पर दया कर। हे क्रिस्त, हम पर दया कर। हे प्रभु, हम पर दया कर। हे क्रिस्त, हमारी प्रार्थना सुन। हे क्रिस्त, हमारी प्रार्थना पूर्ण कर। हे स्वर्गस्वामी पिता परमेश्वर, हम पर दया कर। हे पुत्र ईश्वर, हम पर दया कर। हे पवित्र आत्मा ईश्वर, हम पर दया कर। हे पवित्र त्रिएक परमेश्वर, हम पर दया कर। हे संत मरियम, हमारे लिए प्रार्थना कर। हे परमेश्वर की पवित्र जननी, हमारे लिए प्रार्थना कर। हे कुंवारियों के पवित्र कुंवारी, हमारे लिए प्रार्थना कर। हे क्रिस्त की माता, हमारे लिए प्रार्थना कर। हे ईश्वरीय कृपा की माता, हमारे लिए प्रार्थना कर। हे पवित्रतम माता, हमारे लिए प्रार्थना कर। हे अत्यंत विशुद्ध माता, हमारे लिए प्रार्थना कर। हे अक्षता माता, हमारे लिए प्रार्थना कर। हे निष्कलंक माता, हमारे लिए प्रार्थना कर। हे दुलारी माता, हमारे लिए प्रार्थना कर। हे प्रशंसनीय माता, हमारे लिए प्रार्थना कर। हे सुस्मति की माता, हमारे लिए प्रार्थना कर। हे सर्जनहार की माता, हमारे लिए प्रार्थना कर। हे मुक्तिदाता की माता, हमारे लिए प्रार्थना कर। हे अत्यंत बुद्धिमती की माता, हमारे लिए प्रार्थना कर। हे आदरणीय कुंवारी, हमारे लिए प्रार्थना कर। हे वंदनीय कुंवारी, हमारे लिए प्रार्थना कर। हे शक्तिमती कुंवारी, हमारे लिए प्रार्थना कर। हे दयालु कुंवारी, हमारे लिए प्रार्थना कर। हे विश्वसनीय कुंवारी, हमारे लिए प्रार्थना कर। हे धर्म के दर्पण, हमारे लिए प्रार्थना कर। हे ज्ञान का सिंहासन, हमारे लिए प्रार्थना कर। हे हमारे आनंद के मूल्य शस्त्र, हमारे लिए प्रार्थना कर। हे आध्यात्मिक पात्र, हमारे लिए प्रार्थना कर। हे आदर के पात्र, हमारे लिए प्रार्थना कर। हे भक्त के उत्तम पात्र, हमारे लिए प्रार्थना कर। हे रहस्यपूर्ण गुलाब, हमारे लिए प्रार्थना कर। हे दाऊद के गढ़, हमारे लिए प्रार्थना कर। हे हाथी दांत के गढ़, हमारे लिए प्रार्थना कर। हे सोने के घर, हमारे लिए प्रार्थना कर। हे सिद्धि की मंजूषा, हमारे लिए प्रार्थना कर। हे स्वर्ग के द्वार, हमारे लिए प्रार्थना कर। हे प्रभात का तारे, हमारे लिए प्रार्थना कर। हे बीमारी की कुशलता, हमारे लिए प्रार्थना कर। हे पापियों की शरण, हमारे लिए प्रार्थना कर। हे दुखियों की सांत्वना, हमारे लिए प्रार्थना कर। हे क्रिस्त भक्तों के आश्रय, हमारे लिए प्रार्थना कर। हे स्वर्ग मूर्ति की रानी, हमारे लिए प्रार्थना कर। हे धर्म पूर्वों की रानी, हमारे लिए प्रार्थना कर। हे नबियों की रानी, हमारे लिए प्रार्थना कर। हे प्रेरितों की रानी, हमारे लिए प्रार्थना कर। हे लोग वहां की रानी, हमारे लिए प्रार्थना कर। हे धर्म गवाम की रानी,
हमारे लिए प्रार्थना कर। हे कुंवारियों की रानी, हमारे लिए प्रार्थना कर। हे सब संतों की रानी, हमारे लिए प्रार्थना कर। हे आदि पाप बिना गर्भ में पवित्र रानी, हमारे लिए प्रार्थना कर। हे स्वर्ग में उद्गत रानी, हमारे लिए प्रार्थना कर। हे अत्यंत पवित्र माला की रानी, हमारे लिए प्रार्थना कर। हे शांति की रानी, हमारे लिए प्रार्थना कर। हे परमेश्वर के मेमनो, तो संसार के पाप हर लेता है। हे प्रभु हमारी क्षमा कर। हे परमेश्वर के मेमनो, तो संसार के पाप हर लेता है। हे प्रभु हमारी प्रार्थना पूर्ण कर। हे परमेश्वर के मेमनो, तो संसार के पाप हर लेता है। हम पर दया कर। हे परमेश्वर की पवित्र माँ, हमारे लिए प्रार्थना कर कि हम क्रिस्त की प्रतिज्ञाओं के योग्य बन जाए। हम प्रार्थना करें। हे प्रभु परमेश्वर, कृपया इन सेवकों को वह शक्ति प्रदान की हम सदैव तन मन से चयन करें और नित्य कुंवारी मरियम की प्रार्थना द्वारा इस लोगों की उदासीनता से मुक्त होकर अनंत सुख प्राप्त करें। हमारे प्रभु क्रिस्त के द्वारा आमीन। സ്വർഗത്തിൽ നിന്നവർക്കൊപ്പമേകിയല്ലോ, എല്ലാ സ്വാതന്ത്ര്യത്തിനൊപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേകിയ തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യം എന്ന് വണങ്ങുവാൻ അനുഗ്രഹം വരണമെന്ന് നിത്യമായി ജീവിച്ച് വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. അനേകായിരങ്ങൾ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലിരുന്നു കൊണ്ട് കൃപാസന അൾത്താരിൽ അർപ്പിക്കപ്പെടുന്ന ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. അനേകം പേര് തങ്ങളുടെ ഭവനങ്ങളിൽ ദീപം തെളിച്ച് പരിശുദ്ധമ്മയുടെ ഫോട്ടോ കൈകളിലേന്തി ദിവ്യകാരുണ്യത്തിൽ സാന്നിധ്യം ഓർമ്മിച്ച് മൊബൈൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഈശോയെ രൂപം കണ്ടുകൊണ്ടും വീടിനും ചുറ്റും ജെറീക്കോ പ്രാർത്ഥന നടത്തിയിട്ടുള്ള ദൃശ്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഇന്ന് നടത്തിയതെല്ലാം എടുത്തിട്ട് ഈ ശുശ്രൂഷയുടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം. ഈ ദിവസങ്ങളെല്ലാം നിങ്ങളത് അയച്ചു തരണം. അത് നിങ്ങളുടെ സുവിശേഷ പ്രവൃത്തിയാണ്. അത് ഞങ്ങൾ കൃപാസനത്തിൽ അതെല്ലാം പ്രാർത്ഥനാപൂർവം എടുത്തിട്ട് വലിയൊരു വീഡിയോ ആയിട്ട് ലോകത്തെ സമസ്ത ദൈവജനങ്ങൾക്ക് വിശ്വാസത്തിന് ദീപ്തിയായി അമ്മയുടെ മാധ്യശക്തിയുടെ അഭിഷേകം പകരുന്ന രീതിയിൽ അത് പ്രഘോഷിക്കപ്പെടും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ നടത്തിയ ജെറീക്കോ പ്രാർത്ഥനയുടെ ദൃശ്യങ്ങൾ
ഈ ശുശ്രൂഷയുടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ നടത്തി, ഇപ്പോൾ നടത്തിയതും ഇനി നാളെ നടത്തുന്നതും അതെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരിക. എപ്പോഴും നടത്തുന്നത് അയച്ചു തരിക. അത് സുവിശേഷ വേലയാണ്, പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. 5 രാജ്യങ്ങൾ വീണ്ടും നമ്മുടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദിവികാരുണ്യ ഈശോ ഉയർത്തപ്പെടുമ്പോൾ USA മേലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുദ്ര പതിയപ്പെടും. സൗദി അറേബ്യയുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയപ്പെടും. ജർമ്മനിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കും. അവരുടെ ഇടയിലുള്ള എല്ലാ പാപ അവസ്ഥകളിൽ നിന്ന് കർത്താവ് മോചനം നൽകും. അവിടെയുള്ള എല്ലാ വിഷമസന്ധികളിൽ നിന്ന് കർത്താവ് മോചനം നൽകും. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നിറയപ്പെടും. ഇറ്റലിയെ കർത്താവ് ആശീർവദിക്കും. കാനഡയെ കർത്താവ് ആശീർവദിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യമായി നിറയട്ടെ. ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇപ്പോൾ തത്സമയമായിട്ട് അനേകർ ഇപ്പോൾ ഭവനങ്ങളിൽ വീഡിയോ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ സന്നിധി ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ അവിടുത്തെ സാന്നിധ്യം നിറയട്ടെ. കർത്താവെ കൃപാസന ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ആഗോള ജെറീക്കോ പ്രാർത്ഥനയിൽ കൃപാസന താരിൽ അർപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ അങ്ങേറ്റെടുക്കണം. കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ ജോസഫ് അച്ഛനെ കർത്താവേ കൃപയ്ക്ക് മേൽ കൃപ നൽകി ലോകത്തിന് അനുഗ്രഹമായിട്ട് ഉപയോഗിക്കണമേ. അലസാൻഡ്ര അച്ഛനെ അങ്ങ് ആശീർവദിക്കണമേ. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പ്രൊജക്റ്റുകളെയും ആശീർവദിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് യേശുവേ ആരാധിച്ച് വാഴ്ത്തി പാടട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദം പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഡനത്തിൽ വളരുന്ന മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാദം ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരി വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. വാനവദൂതൻ തൻ മണിനാദവീണ കേൾക്കുന്നു പാടിടാം മേരീതൻ സ്തോത്രം. സ്തോത്രം 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 മാതാവേ. സ്തോത്രം 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 മാതാവേ. മാമകവൃത്തിന നിൻ സ്വന്തം ഓ മേരി നിർമ്മലേ തൃക്കൺ പാർക്കുന്നേ. സ്തോത്രം 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 മാതാവേ.